മണ്ണൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന മേഖലകളിൽ ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാത്തതിൽ 1-ാം വാർഡ് UDFന്റെ നേതൃത്വത്തിൽ കൊട്ടക്കുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. തേക്കിൻകാട്, പന്തത്തൊടി, ചിറയിൽ, നെല്ലിക്കുന്ന മേഖലകളിലാണ് ഇനിയും പൈപ്പ് ലൈൻ സ്ഥാപിക്കാത്തത്. ഈ മേഖലകളിൽ കൂടുതൽ പാറകളുള്ള പ്രദേശമായതിനാൽ GI പൈപ്പാണ് സ്ഥാപിക്കേണ്ടത്. മറ്റു വാർഡുകളിലെല്ലാം തന്നെ ജലവിതരണം തുടങ്ങിയെങ്കിലും ഇതുമൂലം മേൽപ്പറഞ്ഞ മേഖലകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ നടപടിയായിട്ടില്ല. രാഷ്ട്രീയ വിവേചനം കാണിച്ചുവെന്നാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് ഹുസൈൻ ഷഫീഖിന്റെ ആരോപണം. ഉടൻ GI പൈപ്പ് സ്ഥാപിച്ച് കുടിവെള്ളം വിതരണം നടത്തിയില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് വാർഡംഗം കൂടിയായ ഹുസൈൻ ഷഫീഖ് മുന്നറിയിപ്പ് നൽകി. മണ്ണൂർ കോട്ടക്കുന്നിൽ നടന്ന പ്രതിഷേധ ധർണ പാർലമെന്ററി പാർട്ടി ലീഡർ ഹുസൈൻ ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. സുനിത പ്രേമദാസ് അധ്യക്ഷത വഹിച്ചു. K നൈസുദ്ദീൻ, ഹനീഫ, C അബു താഹിർ, ആസിയ, അലി K, ഇസ്മായിൽ K, അബ്ദുള്ള, ബാലൻ എന്നിവർ സംസാരിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ തേക്കിൻകാട് പ്രദേശത്ത് നാളിതുവരെ ജൽജീവൻ മിഷന്റെ കുടിവെള്ള പൈപ്പ് നാളിതുവരെ എത്തിയിട്ടില്ല. ജൽജീവൻ മിഷന്റെ കുടിവെള്ള പൈപ്പ് എത്താത്തത് കാരണം തോട്ടിലെ വെള്ളം മാത്രം ആശ്രയിച്ച് കഴിയുന്ന തേക്കിൻകാട് പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ഇപ്പോൾ വെള്ളം കിട്ടാതെ ദുരിതാവസ്ഥയിലാണുള്ളത്. അടിയന്തരമായി ഇതിന്റെ ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് ഈ പ്രദേശത്ത് തേക്കിൻകാട് പ്രദേശത്തും ചിറയിൽ പ്രദേശത്തും നെല്ലിക്കുന്ന് പ്രദേശത്തും ഉടൻ അടിയന്തരമായി പൈപ്പ് ലൈൻ എത്തിയിട്ടില്ലെങ്കിൽ ശക്തമായ സമരമുറകളിലോട്ട് ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഈ സമയത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ ആളുകൾക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ വളരെയധികം ദുരിതം ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ഈ പ്രദേശത്തെ ആളുകൾക്ക് 200-ഓളം കുടുംബങ്ങൾക്ക് വെള്ളം എത്തിയിട്ടില്ല. നിരന്തരമായിട്ട് അവരോട് പലവട്ടം ജൽജീവൻ മിഷന്റെ AXEയോടും AEയോടും ഓവർസിയറോടും എല്ലാവരോടും ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇതുവരെയായിട്ടും ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. പഞ്ചായത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ പലതവണ പറഞ്ഞതാണ് അടിയന്തരമായി ഇതിനോട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ശക്തമായ സമരമുറകളിലോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആളുകളെ അണിനിർത്തിക്കൊണ്ട് പഞ്ചായത്തിന്റെ മുന്നിലും റോഡുകളുടെ മുന്നിലും ജൽജീവൻ മിഷന്റെ അനാസ്ഥ എല്ലാ ആളുകളെയും, സർക്കാരിനെയും പഞ്ചായത്തിനെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്തുമെന്ന് ഈ സമയത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു.